إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയില്ല. അത്രമേൽ വിശാലമായ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങൾ തന്നെ, അത് തന്നെ വിലമതിക്കാനാവാത്ത, ദുനിയാവ് മുഴുവൻ ഒരുവൻ വെട്ടിപ്പിടിച്ച അവസ്ഥയിൽ എത്തുന്ന അനുഗ്രഹങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫി സിർബിഹി വമുആഫൻ ഫി ജസദിഹി ഇൻദഹു ഖൂതു യൗം. ഒരുവൻ അവൻ നേരം പുലർന്നിട്ടുള്ളത് അവന്റെ വിരിപ്പിൽ നിർഭയനായിക്കൊണ്ട്, അതുപോലെ അവന്റെ ശരീരത്തിൽ ആരോഗ്യമുള്ളവനായിക്കൊണ്ട്, ആരോഗ്യവാനായിക്കൊണ്ട്, വലിയ അസുഖങ്ങളൊന്നുമില്ലാതെ ആരോഗ്യവാനായിക്കൊണ്ടവൻ നേരം പുലരുകയാണ്. ഇൻദഹു ഖൂതു യൗം, അവന്റെ അടുക്കൽ അന്ന് കഴിക്കാനുള്ള, അന്ന് വിശപ്പടക്കാനുള്ള ആഹാരം അവന്റെ അടുക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫകഅന്നമാ ഹീസത് ലഹു ദുനിയ, ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ പോലെയാണെന്നവൻ, ദുനിയാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചവനെ പോലെയാണവൻ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. ഈ മൂന്നനുഗ്രഹങ്ങൾ തന്നെ മതിയായതാണ്. ഇതിനേക്കാൾ അധികം അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ മഹത്തരമായ അപാരമായ മറ്റൊരനുഗ്രഹമാണ് മഴ. ആ മഴ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മഴ അനുഗ്രഹമാണെന്നും അത് അനുഗ്രഹീതമാണെന്നും അത് ബറക്കത്തുള്ളതാണെന്നും അത് തൊഹൂറായ വെള്ളമാണ് ആ മഴയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും ആ മഴയിലൂടെയാണ് നമ്മുടെ ജീവൻ ഇവിടെ നിലനിൽക്കുന്നതെന്നും അതിലൂടെ സസ്യലതാദികൾ അല്ലാഹു സുബ്ഹാനഹു തആല മുളപ്പിക്കുന്നു. ഭക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല റിസ്ക് നമുക്ക് ഇറക്കി നൽകുന്നു. നമുക്കും നമ്മുടെ കന്നുകാലികൾക്കും വേണ്ടി അല്ലാഹു ആ മഴയിലൂടെ നമുക്ക് ആഹാരം നൽകുന്നു. ഭൂമിയെ, ജീവനറ്റുപോയ ഭൂമിയെ, നിർജീവമായ ഭൂമിയെ ജീവസുറ്റതാക്കി ആ മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല തീർക്കുന്നു.
അങ്ങനെ മഴയെ സംബന്ധിച്ച്, മഴയെന്ന അനുഗ്രഹത്തെ സംബന്ധിച്ച് ധാരാളം ആയത്തുകൾ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, കാർമേഘത്തിൽ നിന്ന് നിങ്ങളാണോ ആ മഴയെ ചൊരിയുന്നത്, നിങ്ങളാണോ ആ മഴ ഇറക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നാമാണോ ആ മഴയെ നിങ്ങൾക്ക് ഇറക്കി നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അല്ലാഹു പറയുന്നു, വഹുവല്ലദീ യൻസിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. ആളുകൾ നിരാശയിലാണ്ടതിനു ശേഷം, വേനൽ ചൂടിൽ അതല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത അവസ്ഥയിലായതിനു ശേഷം, ഒരു തുള്ളി കുടിക്കാനോ നനക്കാനോ കന്നുകാലികൾക്ക് കൊടുക്കാനോ ഇല്ലാത്ത അവസ്ഥയിൽ, കന്നുകാലികൾ മെലിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, ചാവാനാകുന്ന അവസ്ഥയിൽ, നശിക്കാനാകുന്ന അവസ്ഥയിൽ, അത്രമേൽ ബുദ്ധിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ, ആ ഒരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിരാശയ്ക്ക് ശേഷം അവന്റെ റഹ്മത്ത് വ്യാപിക്കുന്നവനാണവൻ. മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു, അവന്റെ റഹ്മത്ത് അവൻ ആ മഴയിലൂടെ, അവർക്ക് മഴ ഇറക്കി നൽകുന്നതിലൂടെ അവൻ വ്യാപിക്കുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് എല്ലാവരുടെയും രക്ഷാധികാരി, അവനാണ് എല്ലാ സ്തുതികൾക്കും അർഹനായിട്ടുള്ളവൻ. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ അവസ്ഥ എത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമെന്നറിയില്ല. മറ്റു ചിലയിടങ്ങളിൽ വെള്ളം കിട്ടാനില്ലാത്ത, വെള്ളത്തിനു വേണ്ടി ധാരാളമായി നടന്നു പോകുന്ന, കിലോമീറ്ററോളം താണ്ടി നടക്കുന്ന ആളുകൾ ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി, ഒരു കുടം വെള്ളത്തിനു വേണ്ടി, അത് കുടിക്കാൻ, അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, കുളിക്കാൻ, നനക്കാൻ, കന്നുകാലികൾക്കു വേണ്ടി, അതിനെല്ലാം വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്ന ആളുകൾ, അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തെന്നോണം മഴയിറങ്ങുമ്പോൾ അവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാകുന്നതാണ്. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, അവനാകുന്നു മഴയ്ക്ക് മുന്നേ സന്തോഷവാർത്തയെന്നോണം കാറ്റുകളെ അയക്കുന്നവൻ. ഹത്താ ഇദാ അഖല്ലത് സഹാബൻ സിഖാല, അങ്ങനെ ആ കാറ്റ് കാർമേഘങ്ങളെ താങ്ങി നിൽക്കുകയും, സുക്നാഹു ലിബലദിൻ മയ്യിത്തിൻ ഫഅൻസൽനാ ബിഹിൽ മാ ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത്, അങ്ങനെ നിർജീവമായി കിടന്ന ഭൂമികളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ചൊരിയുകയും അതിലൂടെ കായ്കനികൾ അല്ലാഹു മുളപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദാലിക നുഖ്രിജുൽ മൗത ലഅല്ലകും തദക്കറൂൻ, ഇപ്രകാരമാണ് ഈ തരിശുഭൂമിയുണ്ടല്ലോ, ഈ നിർജീവമായ ഭൂമിയുണ്ടല്ലോ, ഈ പുല്ലുമുളക്കാത്ത പച്ചപ്പില്ലാത്ത ഈ ഭൂമിയുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുന്നതിലൂടെ അതിനെ ജീവിപ്പിച്ചില്ലേ? അതുപോലെ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലുകളായി കഴിഞ്ഞാൽ, നിങ്ങൾ മണ്ണായി കഴിഞ്ഞാൽ, നിങ്ങൾ ഉരുമ്പിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ടുവരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു പറയുന്നു, അൻസൽനാ മിനസ് സമാഇ മാഅൻ തഹൂറ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ ഇറക്കുന്നത് അത് അനുഗ്രഹീതമായി കൊണ്ടാണ്. ശുദ്ധമായ വെള്ളമാണത്. മറ്റുള്ളവയെ ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതും സ്വയം ശുദ്ധിയുള്ളതുമായ, കുടിക്കാൻ സാധിക്കുന്ന, ഉപ്പുചോയയില്ലാത്ത അത്തരത്തിൽ നല്ല വെള്ളമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളതെന്ന് അല്ലാഹു നമ്മോട് പറയുന്നു. അങ്ങനെ ഈ മഴ എന്ന അനുഗ്രഹം, അതിനെ സംബന്ധിച്ച് ഒരുപാട് ആയത്തുകൾ, വെള്ളത്തിനെ സംബന്ധിച്ച്, മഴയിലൂടെ ലഭിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച്, ആ മഴ മൂലം നമുക്ക് ലഭിക്കുന്ന ഉപകാരങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി അനവധി ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ മഴ അതൊരു അനുഗ്രഹമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളൊരു നിഅമത്താണ് എന്ന് നമ്മുടെ മനസ്സിൽ ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ നിഅമത്താണിത്, അല്ലാഹുവിന്റെ ബറക്കത്താണിത് എന്നാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതിലൂടെയാണ് നമുക്ക് കഴിക്കാനുള്ള ആഹാരം ലഭിക്കുന്നത്, ഇതിലൂടെയാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം ലഭിക്കുന്നത്. അല്ലാഹുവിന്റെ വലിയ റഹ്മത്താണെന്നുള്ള കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അത് തിരിച്ചറിയുകയും അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും വേണം. അൽഹംദുലില്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് കൽബിൽ തട്ടി പറയുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച്, അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ച്,
അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് അള്ളാഹുവിനെ ധിക്കരിക്കാൻ നമുക്ക് പാടുള്ളതല്ല. അത്തരത്തിൽ നന്ദികേട് കാണിക്കാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. അള്ളാഹുവിന്റെ ഭൂമിയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ വെള്ളം കുടിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ ആസ്വാദനങ്ങൾ അനുഗ്രഹങ്ങൾ അനുഭവിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അള്ളാഹുവിനോട് നമുക്ക് കൂറുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നമ്മൾ അനുസരണം പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് വിശ്വസിക്കാൻ പറഞ്ഞത് അത് അതേപടി അതേ രൂപത്തിൽ നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. ദീൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അഖീദ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ വിശ്വാസം ശരിയാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള സുന്നത്തായ കർമ്മങ്ങളും അതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് കൂടുതൽ ശുക്ർ കാണിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിന് മുന്നോടിയായി കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കുമ്പോഴും ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് ചില ദിക്റുകൾ, ദുആകൾ, ദിക്റുകൾ നമ്മോട് ഉരുവിടാൻ പറഞ്ഞിട്ടുണ്ട്. കാറ്റയക്കപ്പെടുമ്പോൾ, കാറ്റ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്റാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഅഊദു ബിക മിൻ ശർരിഹ. അല്ലാഹുവേ, ഈ കാറ്റിന്റെ നന്മയിൽ നിന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ തിന്മയിൽ നിന്ന്, ഈ കാറ്റുണ്ടാക്കുന്ന തിന്മയിൽ നിന്ന്, അതിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ പോലും, ഭീമാകാരങ്ങളായ സൃഷ്ടികളായ മലക്കുകൾ പോലും, അതുപോലെ ഇടിമിന്നലുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഴ്ത്തുന്നുണ്ട്. ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ഉരുവിടാൻ പറഞ്ഞിട്ടുള്ള ദിക്റാണ് സുബ്ഹാനല്ലദി യുസബ്ബിഹുർ റഹ്ദു ബിഹംദി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇടിമിന്നലുകൾ പോലും അല്ലാഹുവിനെ വാഴ്ത്തുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ, അല്ലാഹുവിന്റെ വിശേഷണങ്ങളാൽ, അല്ലാഹുവിന്റെ കഴിവുകളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യാതൊരു ന്യൂനതയും അവനില്ല, അതിൽ നിന്നെല്ലാം മുക്തനാണവൻ എന്ന് ഇടിമിന്നലുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മലക്കുകൾ, മലക്കുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുന്നു. മലക്കുകളുടെ ഉഗ്രഭയത്താൽ, അല്ലാഹുവിനോടുള്ള ഉഗ്രഭയത്താൽ, പേടിയാൽ, ഭീതിയാൽ മലക്കുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്തുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റബ്ബിനെ മലക്കുകൾ പരിശുദ്ധപ്പെടുത്തുന്ന, മലക്കുകൾ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധപ്പെടുത്തുന്ന, വാഴ്ത്തുന്ന അത്തരത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഞാനും പരിശുദ്ധപ്പെടുത്തുന്നു എന്നുള്ള ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, ഉപകാരപ്രദമായ മഴയാക്കി ഇതിനെ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ, മഴ ലഭിച്ചു കഴിഞ്ഞാൽ മുത്തിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ അനുഗ്രഹത്താലും അല്ലാഹുവിന്റെ ഔദാര്യത്താലും മഴ ലഭിച്ചു എന്ന് പറയുവാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മഴയുടെ ആധിക്യത്താൽ മഴ ഒരുപാട് പെയ്യുകയും അത് നമുക്ക് ബുദ്ധിമുട്ടായി തോന്നുന്ന അവസ്ഥയിലെത്തുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ, ആ മഴയെ അവസാനിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുവാനും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഹവ അലൈന വല അലൈന അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബ്. അല്ലാഹുവേ, ഇതിനെ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കി മാറ്റല്ലേ. അതുപോലെ തന്നെ ഈ മഴയെ മലഞ്ചെരിവുകളിലേക്കും കുന്നുകളിലേക്കും അതുപോലെ തന്നെ ബുത്തൂനിൽ ഔദിയതി വമനാബിതി ഷജർ, വൃക്ഷങ്ങളുടെ വേരുകളിലേക്കുമെല്ലാം മാറ്റിക്കൊണ്ട് ഈ മഴയുടെ പ്രയാസത്തിൽ നിന്ന്, ഈ വെള്ളത്തിന്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയേകണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഈ അനുഗ്രഹത്തെ തിരിച്ചറിയുകയും ഇതിന് നന്ദി കാണിക്കുകയും അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം നേരത്തെ പറഞ്ഞു, മഴ അനുഗ്രഹമാണ്. അതോടൊപ്പം മഴ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്. അവനിൽ നിന്നുള്ള ആയത്താണ് മഴ. അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് മഴ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നാം പറഞ്ഞതുപോലെ ഈ മഴയെ നാം ആണോ ഇറക്കുന്നത് അതോ നിങ്ങളാണോ ഇറക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ ഈ മഴയെ ഇറക്കുന്നവൻ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് മഴ. ഈ മഴയെ ആരിറക്കുന്നു? ആരാണിതിനെ പെയ്യിപ്പിക്കുന്നത്? മേഘങ്ങളിൽ നിന്ന് ഇതിനെ പെയ്യിപ്പിക്കുന്നവരാരാണ് എന്നുള്ളൊരു ചോദ്യം ഇതിലൂടെ സൃഷ്ടികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹുവിനെ തിരിച്ചറിയുകയും അല്ലാഹു നമുക്ക് സജ്ജീകരിച്ച, അല്ലാഹു നമുക്ക് ഒരുക്കി വച്ചിട്ടുള്ള പരലോക ജീവിതത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഴ എന്ന അനുഗ്രഹത്തിലൂടെ, ഈ ദൃഷ്ടാന്തത്തിലൂടെ നമുക്ക് തെളിയിച്ചു നൽകുന്നു. നാം നേരത്തെ പറഞ്ഞതുപോലെ തരിശുഭൂമി അല്ലെങ്കിൽ മരുഭൂമി, നിർജീവമായ ഭൂമി, ആ ഭൂമിയിലേക്ക് സസ്യലതാദികളില്ലാത്ത, പച്ചപ്പുകളില്ലാത്ത, നിർജീവമായി കിടക്കുന്ന ആ ഭൂമിയിലേക്ക് ഇനിയൊരു പുൽനാമ്പ് പോലും മുളക്കില്ല എന്ന ആളുകൾ വിലയിരുത്തുന്ന, വിധിയെഴുതിക്കഴിഞ്ഞ ആ ഭൂമിയിലേക്ക് മഴ പെയ്തിറങ്ങിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് പച്ചപ്പുണ്ടാക്കുന്നു. അല്ലാഹു പറഞ്ഞതുപോലെ ആ ഭൂമി അത് തുടിക്കുന്നു, അതിൽ നിന്ന് മുളപൊട്ടുന്നു, പച്ചപ്പുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മിൻ കുല്ലി സൗജിൻ ബഹീജ്, എല്ലാതരം കായ്കനികളും അല്ലാഹു സുബ്ഹാനഹു വ തആല, കൗതുകമാർന്ന കായ്കനികൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുളപ്പിക്കുന്നു. അതുപോലെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും, മനുഷ്യരോരോരുത്തരെയും, അവരെല്ലായിക്കഴിഞ്ഞാലും, അവർ മണ്ണായിക്കഴിഞ്ഞാലും, അവർ നശിച്ച് നാം ആവശേഷമായി കഴിഞ്ഞാലും, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും കൊണ്ടുവരും. ഓരോരുത്തരെയും നഗ്നപാതരായി, നഗ്നരായി, വിവസ്ത്രരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി അവരുടെ കബറുകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഹുഫാച്ചൻ ഉറാച്ചൻ ഗുർല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി ആയത്തുകളിൽ ഈ ഒരു കാര്യം, ഇങ്ങനെ മഴ പെയ്തിറങ്ങി ഈ ഭൂമി, ഈ തരിശു ഭൂമിയിൽ നിന്ന് മുളപൊട്ടുന്നത് പോലെ, നിർജീവമായി ഭൂമിയിൽ നിന്ന് പച്ചപ്പുണ്ടാകുന്നത് പോലെ, അതുപോലെ ഓരോരുത്തരെയും, മുസ്ലിമിനെയും കാഫിറിനെയും മതമില്ലാത്തവനെയും മതമുള്ളവനെയും എല്ലാവരെയും കൊണ്ടുവരുമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതുകൂടി ഈ മഴ പെയ്യുമ്പോൾ, മഴ പെയ്തിറങ്ങുമ്പോൾ മഴയെപ്പറ്റി ആലോചിക്കുവാൻ, അള്ളാഹുവിന്റെ കുദ്റത്തിനെ പറ്റി ആലോചിക്കുവാൻ, എല്ലാ സ്ഥലങ്ങളിലേക്കും മഴ എത്തിക്കുന്നവനായ റബ്ബിന്റെ കുദ്റത്തിനെ പറ്റി, കഴിവിനെപ്പറ്റി, ആ മഴയിലൂടെ സകല സസ്യലതാദികളും കൗതുകമാർന്ന എല്ലാ വിഭവങ്ങളും ഒരുക്കി നൽകുന്ന റബ്ബിന്റെ കുദ്റത്തിനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവന് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവൻ നമ്മോട് പറഞ്ഞ വാജിബാത്തുകൾ, നിർബന്ധമായ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവൻ നമ്മോട് വിലക്കിയ കാര്യങ്ങൾ അത് വെടിയുവാൻ, അത് വർജിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, പ്രയാസപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളിൽ എളുപ്പം നൽകുമാറാകട്ടെ. അവരുടെ ശത്രുക്കൾക്കുമേൽ അല്ലാഹു അവർക്ക് പ്രതാപം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ രോഗം കൊണ്ടും മറ്റുള്ള പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും അൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.